ബോളിവുഡിലെ എക്കാലത്തെയും ഹിറ്റായി ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ ത്രില്ലർ ദുരന്തർ ജൈത്രയാത്ര തുടരുകയാണ്. ആക്ഷനും വയലൻസും സസ്പെൻസും നിറഞ്ഞ ദുരന്തർ ദ റിവെഞ്ച് ആഗോളതലത്തിൽ 1500 കോടിയാണ് ഇതിനകം വാരിക്കൂട്ടിയത്. റിലീസ് ചെയ്ത് 33 ദിവസങ്ങൾക്കുള്ളിൽ 831.40 കോടി രൂപ നെറ്റ് കളക്ഷൻ നേടിയ ദുരന്തർ പുഷ്പ 2 ഹിന്ദി പതിപ്പിനെയാണ് പിന്തള്ളിയത്. രൺവീർ അവതരിപ്പിച്ച ഹംസ അലി മസാരിയുടെ ഭൂതകാലവും ലയാരിയിലെ രാജാവായി മാറിയ ശേഷമുള്ള ജീവിതവും പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിച്ചിരിക്കുകയാണ്. വടക്കേ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ എക്കാലത്തെയും ഹിറ്റായ ഇന്ത്യൻ ചിത്രമായി ദുരന്തർ മാറിക്കഴിഞ്ഞു. രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ നടന്ന യഥാർത്ഥ സംഭവത്തിൻ്റെ ആവിഷ്കാരമാണ് സിനിമ. കറാച്ചിയിലെ ലിയാരി സംഘത്തിലേക്ക് നുഴഞ്ഞു കയറിയ ഒരു ഇന്ത്യൻ ഏജന്റായി മിന്നുന്ന പ്രകടനമാണ് രൺവീർ കാഴ്ചവെച്ചത്. റഹ്മാൻ ഡെക്കീത്തിന്റെ മരണശേഷം ലയാരിയുടെ രാജാവായി മാറിയ ഹംസ അലി മസാരിയായി രൺവീർ തകർത്താടുകയായിരുന്നു. പതിനഞ്ച് കിലോയോളം ശരീരഭാരം കുറച്ചും ആഴ്ചകൾക്കുള്ളിൽ 25 കിലോയോളം കൂട്ടിയും കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി വലിയ തയ്യാറെടുപ്പാണ് സൂപ്പർ താരം നടത്തിയത്. ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിന് ശേഷം ആദിത്യ ധർ സംവിധാനം ചെയ്ത ദുരന്തർ ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ ബോളിവുഡ് ചിത്രമെന്ന റെക്കോർഡ് നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. റിലീസ് ചെയ്ത് 53-ാം ദിവസമായിരുന്നു ഈ നേട്ടം ആദ്യ ഭാഗം സ്വന്തമാക്കിയത്. ദുരന്തരും രണ്ടാം ഭാഗമായ ദുരന്തർ ദി റിവെഞ്ചും ഒരുമിച്ചാണ് ചിത്രീകരിച്ചത്. ജമ്മു കാശ്മീർ, ശ്രീനഗർ, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലും തായ്ലൻഡ് അടക്കമുള്ള വിദേശ ലൊക്കേഷനുകളിലുമായി മാസങ്ങളെടുത്തായിരുന്നു ചിത്രീകരണം. രണ്ടാം ഭാഗവും വൻ വിജയം നേടിയതിന് പിന്നാലെ 2 ഭാഗവും ഉൾപ്പെടുത്തി ഒറ്റ സിനിമയായി റിലീസ് ചെയ്യാനുള്ള നീക്കവും അണിയറ പ്രവർത്തകർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ കാ മുസ്തഖ്ബിൽ അബ് ഹിന്ദുസ്ഥാൻ തയ കരേഗാ. കഴിഞ്ഞ വർഷം ഡിസംബറിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം 3 മണിക്കൂർ 25 മിനിറ്റ് ദൈർഘ്യമുള്ളതായിരുന്നു. രണ്ടാം ഭാഗത്തിന് 3 മണിക്കൂർ 49 മിനിറ്റാണ് ദൈർഘ്യം. 2 ഭാഗവും ചേരുമ്പോൾ 7.5 മണിക്കൂറാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം.